1 മണിക്കൂർ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകണമെങ്കിലും നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ. പ്രിയമുള്ളവരെ നമസ്കാരം, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു ആമ്പൽപ്പാടമാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഒരു വള്ളമൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി സന്തോഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, ഇവിടുത്തുകാരനാണ്, അദ്ദേഹം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പുള്ളിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പാടമൊക്കെ ഒന്ന് പോയി കണ്ട് വരാം. സന്തോഷ് കേട്ടോ, നമസ്കാരം കേട്ടോ. ഒരുപാട് പേരാ ഞങ്ങളെ വീട്ടിൽ. സന്തോഷേട്ടാ, ഇത് സത്യം പറഞ്ഞ എത്ര ഏക്കറുണ്ട് ഈ ആമ്പൽപ്പാടം? ഈ ആമ്പൽപ്പാടം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽപ്പെട്ട ഒരു പാടമാണ്. അത് കോട്ടയം ജില്ലയിൽ ഏറ്റവും വലിയൊരു പാടമാണ്. ജെ ബ്ലോക്ക് 9000 എന്നാണ് ഈ ശേഖരത്തിന്റെ പേര്. ഇത് പല വ്യക്തികളുടെയാണ്. അതായത് 1/2 ഏക്കർ മുതൽ 30-35 ഏക്കർ വരെയുള്ള കൃഷിക്കാരാണ്. ഇത് പല വ്യക്തികളുടെയാണ്. അതുപോലെ തന്നെ 1880 ഏക്കറാണ് ഈ പാടം ഉൾക്കൊള്ളുന്നത് മൊത്തത്തില്. അതിന്റെ അകത്ത് ഏതാണ്ട് 500 ചില്ലറ കൃഷിക്കാരുണ്ട്. ഇതിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ മെയിൻ ആയിട്ട് നമുക്ക് നെൽകൃഷിയാണ്. ഇത് കുട്ടനാടൻ മേഖലയിൽ പെട്ടതാണ്. നെൽകൃഷിയാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. അപ്പൊ നെൽകൃഷി കഴിഞ്ഞിട്ട് വിളവെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കയറ്റുമ്പോൾ തന്നെ കിളുത്ത് വരുന്ന ഒരു കളകളിൽ ഒരു സാധനമാണ് ഈ ആമ്പൽ എന്ന് പറയുന്നത്. ഓണ സമയത്തൊക്കെ, വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടും ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു ആമ്പൽപ്പാടമാണ് ഈ മലരിക്കൽ എന്ന് പറയുന്ന മനോഹരമായ ഈ ആമ്പൽപ്പാടം. ഈ വള്ളത്തില് ഏകദേശം 8 പേരോളം ഉൾക്കൊള്ളിച്ചാണ് സന്തോഷ് ചേട്ടനെ ആമ്പൽപ്പാടം കാണിക്കാനായിട്ട് ഈ പാടത്തോട്ട് ഇറങ്ങുന്നത്. 100 രൂപയാണ് അതിനായി അദ്ദേഹം ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകണമെങ്കിലും ഒരു 1.5 മണിക്കൂർ വരെയൊക്കെ പുള്ളി നമ്മളോട് സഹകരിച്ച് ചെയ്യും. ഈ ആമ്പൽപ്പാടത്തിന് നടുക്കൂടിയൊക്കെ പോകുമ്പോ വേണമെങ്കിൽ 2 പാട്ടൊക്കെ പാടാം. പാട്ടിന്റെ കാര്യത്തിൽ ഞാനൊട്ടും പുറകൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും വേണമെങ്കിൽ 2 വരി. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതൂർമയില്ലേ. അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു കാഴ്ച വിരുന്നൊരുക്കിയാണ് ഈ പ്രദേശം നമുക്കായി കാത്തിരിക്കുന്നത്. എല്ലാവരും വന്ന് തീർച്ചയായിട്ടും ഈ സ്ഥലം കാണണം. ഓണ വെക്കേഷന് വേണ്ടിയൊക്കെ വളരെ തളിർത്ത് മനോഹരമായി നിൽക്കുന്ന ഒരു ആമ്പൽപ്പാടം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്തും എനിക്ക് സപ്പോർട്ട് തരിക. ഈ വീഡിയോ എടുക്കാനും മറ്റും നമ്മളോട് സഹായിക്കുന്ന നമ്മുടെ വള്ളത്തിന്റെ ഓണർ കൂടിയായ സന്തോഷ് ചേട്ടന്റെ നമ്പർ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മുടെ ആമ്പൽപ്പാടത്തെ പറ്റി എപ്പോ വരണം, അല്ലെങ്കിൽ ഏത് സമയത്ത് വരണം എന്നുള്ളതിനൊക്കെ പറ്റി കൃത്യമായ നമുക്കുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുതരാൻ നമ്മുടെ സന്തോഷ് ചേട്ടൻ നിങ്ങളോട് സംസാരിക്കും. ഈ ആമ്പൽപ്പൂ എന്ന് പറയുന്നത് വിരിയുന്നത് രാത്രി ഒരു 7:30-8 മണിക്ക് ശേഷമാണ് വിരിയുന്നത്. അപ്പൊ ആ സമയം കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, രാത്രി ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ മുതൽ ഒരു 10:30-11 മണി വരെ നമ്മൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ പൂവെല്ലാം പഴയതുപോലെ കൂമ്പിപ്പൂ. ഈ ഒരു പൂ തന്നെയാണ് ഡെയിലി വിരിയുകയും കൂമ്പുകയും ചെയ്യുന്നത്. അവസാനം ഇത് കായായിട്ട് മാറുന്ന ഒരു പാകം വരുമ്പോഴാണ് ആ പൂവിന്റെ ആയുധങ്ങൾ മാറുന്നത്. അപ്പോൾ 2-3 മാസത്തോളം എടുക്കും. നിങ്ങളൊരു ഫാമിലിയിൽ 4 പേരെ ഉള്ളെങ്കിൽ ആ 4 പേരെ കൊണ്ട് പോകും. 8 പേര് ഈ വെള്ളത്തിന്റെ കപ്പാസിറ്റിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ 4 പേര് അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ഒരാളെ കൊണ്ട് പുള്ളി പാടം കാണിക്കാൻ കൊണ്ടുപോകും. അപ്പോഴും ചാർജ് എല്ലാം ഒന്ന് തന്നെ. നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മലരിക്കലിന്റെ സൗന്ദര്യം നമുക്ക് കൃത്യമായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം 2 ദിവസം മഴ കാരണം നിറച്ച് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഒരുപാട് പൂക്കളൊക്കെ താഴോട്ട് പോകുമെന്നാണ് സന്തോഷേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായും സന്തോഷേട്ടനെ വിളിച്ചിട്ട് മാത്രം വരിക. എന്ന എല്ലാവർക്കും ബൈ ബൈ.